ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള വളരെ ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ്, ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മൾക്കറിയാം ഇഗ്നുവിന് 2 അഡ്മിഷൻ സൈക്കിൾസ് ആണ് ഓരോ വർഷവും ഉള്ളത്. ഒന്ന് ജാനുവരി സൈക്കിളാണ്, മറ്റേത് ജൂലൈ സൈക്കിളാണ്. സോ ഹാപ്പി ന്യൂസ് മറ്റൊന്നും തന്നെയല്ല, നമ്മളുടെ ജാനുവരി 2026 അഡ്മിഷൻ സൈക്കിൾ ഓപ്പൺ ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത് ജാനുവരി 31 ആണ്. സോ വ്യത്യസ്ത ഡിഗ്രി PG കോഴ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒട്ടും സമയം കളയണ്ട. ഏതൊക്കെ കോഴ്സ് എടുക്കണം, അതുപോലെ തന്നെ വേണ്ട റീജിയണൽ സെന്റർ ഏതാണ്, സ്റ്റഡി സെന്റർ ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷന്റെ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. സോ ഒട്ടും സമയം കളയാതെ നമുക്ക് ഒഫീഷ്യൽ പേജിലേക്ക് പോവാം. എങ്ങനെയാണ് അഡ്മിഷൻസ് അല്ലെ അഡ്മിഷന്റെ പേജിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഗൂഗിളിൽ ഇഗ്നു അഡ്മിഷൻ എന്ന് കൊടുക്കുക. ഇഗ്നു അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണുന്ന ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായുള്ള ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ജാനുവരി 2026 അഡ്മിഷൻ സൈക്കിൾ ആണ്. അതുപോലെ നമുക്ക് പുതിയ ലേണറെ സംബന്ധിച്ച് അതിൽ രജിസ്റ്റർ ചെയ്യാനും, ഇനി ഓൾറെഡി രജിസ്റ്റേർഡ് ആയുള്ള ലേണർ ഒക്കെ ആണ്, മുമ്പ് ഏതെങ്കിലും ഒക്കെ തന്നെ സൈക്കിളിൽ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യാനും ഒക്കെ തന്നെയുള്ള ഓപ്ഷൻസ് ഒക്കെ തന്നെ നമുക്ക് അവിടെ കാണാം. പക്ഷേ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ ചെയ്യേണ്ടവരാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. ബാക്കി ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ പറയുന്നുണ്ട്. അത് ജാനുവരി 31 എന്ന് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഒരുപാട് സമയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയം നമുക്ക് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആ ലാസ്റ്റ് മൊമെന്റിലേക്കൊന്നും തന്നെ ഈ ഒരു കാര്യം നമ്മൾ നീട്ടി വെക്കേണ്ടതില്ല. എത്ര നേരത്തെ നിങ്ങളുടെ കോഴ്സ് തീരുമാനിക്കുന്നു, സ്റ്റഡി സെന്റർ തീരുമാനിക്കുന്നു, റീജിയണൽ സെന്റർ തീരുമാനിക്കുന്നു, അത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ടോപ്പിൽ നിങ്ങൾക്ക് കാണാം ODL പ്രോഗ്രാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇഗ്നുവിന് 2 രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഓൺലൈൻ പ്രോഗ്രാംസും ഉണ്ട്, ODL പ്രോഗ്രാംസും ഉണ്ട്. സോ ഭൂരിഭാഗം വരുന്ന ലേണേഴ്സും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസ് അഥവാ ODL പ്രോഗ്രാംസ് തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ ഇഗ്നു അഡ്മിഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് മേലെ ചെക്ക് ചെയ്യുക ODL പ്രോഗ്രാംസിനുള്ള അഡ്മിഷൻ തന്നെ അല്ലേ എന്നുള്ളത്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട കുറച്ച് ബേസിക് ഡോക്യുമെന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് നമ്മളുടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് ആണ്, 100 KB താഴെയും 10 KB കൂടുതലുമായിട്ടുള്ള ഒരു സൈസിലുള്ളത്. സ്കാൻഡ് സിഗ്നേച്ചർ ആവശ്യമാണ്, 100 KB താഴെയും 10 KB കൂടുതലുമായിട്ടുള്ള സൈസിലുള്ള ഒന്നാണ് വേണ്ടത്. ഇത് JPG JPEG ഫോമാറ്റിലുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കണം. ഇനി അതിന്റെ കൂടെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന 10th സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്, 12th സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ 12th സർട്ടിഫിക്കറ്റ് മതി. PG ചെയ്യുകയാണെങ്കിൽ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റും, ഈ 2 ഡോക്യുമെന്റ്സും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളൊരു സ്പെസിഫിക് കാറ്റഗറിയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ചില കാറ്റഗറീസിന് ഫീ റിഡക്ഷൻ ഒക്കെ തന്നെ നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും. ചില കോഴ്സുകൾക്ക്, എല്ലാ കോഴ്സുകൾക്കും ഉണ്ടായിരിക്കുന്നതല്ല. എന്നിരുന്നാലും അത് അവൈൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായുള്ള കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിന്റെ സൈസ് 200 KB താഴെ ആയിരിക്കുക വേണം താനും. മറ്റൊന്ന്, പേയ്മെന്റ് മൊത്തം ഓൺലൈൻ ആണ്. സോ നെറ്റ് ബാങ്കിങ് അതുപോലെ തന്നെ UPI കാർഡ് പേയ്മെന്റ്സ് എന്നിവയാണ് ഇഗ്നു അക്സെപ്റ്റ് ചെയ്യുന്നത്. മറ്റൊരു രീതിയിലുള്ള പേയ്മെന്റ്സും ഇഗ്നു അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല. ആൻഡ് സപ്പോസ് ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു പേയ്മെന്റ് നിങ്ങൾ ചെയ്തു ഏതെങ്കിലും കേസിൽ അത് സ്റ്റക്ക് ആവുകയോ അല്ലെങ്കിൽ പേയ്മെന്റ് പ്രോസസ് ആവാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉടനെ തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്യേണ്ടതില്ല. കുറച്ച് സമയം എടുത്ത് പിന്നീട് അടുത്ത ദിവസമോ അല്ലെങ്കിൽ അന്ന് വൈകിട്ടോ മറ്റോ ആയിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്താൽ മതിയാവും. ഉടനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ പേയ്മെന്റും ഒരു പക്ഷേ സ്റ്റക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് വളരെ റെയർ ആയിട്ട് വരുന്ന ഒരു ഒക്കറൻസ് ആണ്. എന്നിരുന്നാൽ പോലും പേയ്മെന്റ് ഏതെങ്കിലും രീതിയിൽ പെൻഡിങ് ആയി വരികയാണെങ്കിൽ സമയം കൊടുക്കുക, ഉടനെ തന്നെ അടുത്ത പേയ്മെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക. സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെ ഫ്രഷ് അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ഡൗട്ട് ഒന്നും തന്നെ ഇല്ലാതെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഏതൊരു അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ടും ആദ്യമായിട്ടാണ് ലേൺവൈസ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവൈസിനെ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ടും ലേൺവൈസിന്റെ സർവീസസ് മനസ്സിലാക്കുന്നതിനായിട്ടും താഴെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സ്ആപ്പ് വഴിയും കോൾ വഴിയും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സോ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ട് വീഡിയോയുമായിട്ട് ഇനി അഡ്മിഷന് തന്നെ മറ്റ് അറിയേണ്ട വിവരങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.